ഹായ് ഓൾ, വെൽക്കം ടു മിൻറ്റ്. ഇന്ന് നമ്മൾ ചൈൽഡ് ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റ് ഓഫീസറുടെ ഡീറ്റെയിൽഡ് സിലബസ് ആണ് നോക്കാൻ പോകുന്നത്. അതായത് 2020 നടന്ന നോട്ടിഫിക്കേഷൻ വന്നിരുന്ന ആ ഒരു സിലബസ് വെച്ചാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. എന്തായാലും ചെറിയ മാറ്റങ്ങൾ എന്തായാലും വരുന്ന നോട്ടിഫിക്കേഷൻ നമുക്ക് സിലബസിൽ ചെറിയ ചേഞ്ചസ് ഒക്കെ എന്തായാലും ഉണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യുക, അത് ആ സമയത്ത് നിങ്ങളത് ഉൾപ്പെടുത്തിക്കൊണ്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ ഈ വിലപ്പെട്ട സമയം നിങ്ങൾക്ക് നല്ല രീതിയിൽ യൂസ് ചെയ്ത് ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി മികച്ച രീതിയിൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, പരീക്ഷയ്ക്ക് തയ്യാറെടുക്കാൻ സാധിക്കും. അപ്പോൾ ഇതിനൊരു സപ്പോർട്ടിംഗ് ഗൈഡായിട്ട് മിൻറ്റ് നിങ്ങളുടെ കൂടെ ഉണ്ട്. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങളെ പറ്റിയിട്ട് ഒരു സജഷൻസ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളത് മിൻറ്റിൻ്റെ കമൻറ്റ് ബോക്സിൽ ഒന്ന് മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ എന്ത് ചെയ്യും, നിങ്ങൾക്ക് അതിന് വ്യക്തമായ രീതിയിൽ തന്നെ എന്ത് ചെയ്യാം, നമുക്കത് ഡിസ്കസ് ചെയ്ത് പോകുന്നതായിരിക്കും. അതുപോലെ ഈ ഒരു QR കോഡ് യൂസ് ചെയ്തിട്ട് മിൻറ്റിൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മിൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സസ് ഏതൊക്കെയാണെന്നും അതിൽ നിങ്ങൾക്ക് ആപ്റ്റായ കോഴ്സ് ഏതാണെന്ന് നോക്കി ചൂസ് ചെയ്യാൻ ഒരു എളുപ്പ വഴിയാണ്. അപ്പോൾ മിൻറ്റ് ദ റൈറ്റ് ഗൈഡൻസ് നിങ്ങളുടെ ഒരു സപ്പോർട്ടിംഗ് ഗൈഡായിട്ട് നിങ്ങളുടെ കൂടെ ഉണ്ടാകും. അപ്പോൾ നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് ചൈൽഡ് ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റ് ഓഫീസറുടെ ഡീറ്റെയിൽഡ് സിലബസ് 2020 വെച്ചാണ് നമ്മളിപ്പോൾ സംസാരിക്കുന്നത്. അപ്പോൾ നോക്കാം. അതിൽ 4 പാർട്ടാണുള്ളത്. അതിൽ ഫസ്റ്റ് പാർട്ടാണ് എന്ത്, സോഷ്യോളജി. സോഷ്യോളജി എന്ന് പറയുന്ന സെക്ഷൻ 25 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എന്താണ് അതിൽ മെയിനായിട്ട് അതിൻ്റെ ബേസിക്സ് എന്ന് പറയുന്നത് എന്താണ്, സാമൂഹിക ഘടന, സാമൂഹിക പ്രശ്നങ്ങൾ, സാമൂഹിക സ്ഥാപനങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള ധാരണ പരിശോധിക്കുന്ന ഒരു സെക്ഷനാണ് ഈ ഒരു സോഷ്യോളജി എന്ന് പറയുന്ന പാർട്ടിൽ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. PSC ഫോക്കസ് ചെയ്യുന്നത് എന്തിനൊക്കെയാണ്, സാമൂഹിക ഘടന, സാമൂഹിക പ്രശ്നങ്ങൾ, സാമൂഹിക സ്ഥാപനങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള ധാരണ പരിശോധിക്കുന്ന ഒരു സെക്ഷനാണ് ഈ ഒരു സോഷ്യോളജി എന്ന പാർട്ട്. അതിൽ 25 മാർക്കാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, 1 മണിക്കൂർ 30 മിനിറ്റ് ദൈർഘ്യമാണ് ഈ ഒരു പരീക്ഷയ്ക്കുള്ളത്. അപ്പോൾ ഈ ഒരു സോഷ്യോളജി എന്ന പാർട്ടിൽ നിന്ന് എത്ര മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, 25 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പോൾ അതിൽ മൊഡ്യൂൾ 1, മൊഡ്യൂൾ 2, മൊഡ്യൂൾ 3, മൊഡ്യൂൾ 4, മൊഡ്യൂൾ 5 എന്ന് പറഞ്ഞാൽ 5 സെക്ഷൻസ് ഉണ്ട്, 5 മൊഡ്യൂൾസ് പഠിക്കാനുണ്ട്. അതിൽ മൊഡ്യൂൾ 1 എന്ന് പറഞ്ഞാൽ ഒറിജിൻ ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് സോഷ്യോളജി. മൊഡ്യൂൾ 1 എന്താണ്, ഒറിജിൻ ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് സോഷ്യോളജി. മൊഡ്യൂൾ 2 എന്ന് പറയുന്നത് സോഷ്യോളജി ഇൻ ഇന്ത്യ. സോഷ്യോളജി ഇൻ ഇന്ത്യ ആണ് മൊഡ്യൂൾ 2-ൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മൊഡ്യൂൾ 3 എന്താണ്, ഗ്ലോബലൈസേഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ്. മൊഡ്യൂൾ 3 എന്താണ്, ഗ്ലോബലൈസേഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ്. മൊഡ്യൂൾ 4 എന്താണ്, സോഷ്യൽ പ്രോബ്ലംസ്. മൊഡ്യൂൾ 4 എന്താണ്, സോഷ്യൽ പ്രോബ്ലംസ്. ഇനി മൊഡ്യൂൾ 5 സോഷ്യൽ റിസർച്ച് മെത്തേഡ്സ്. മൊഡ്യൂൾ 5 എന്താണ്, സോഷ്യൽ റിസർച്ച് മെത്തേഡ്സ്. അപ്പോൾ 5 മൊഡ്യൂളിൽ നിന്നുമായിട്ട് 25 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു സോഷ്യോളജി എന്ന് പറയുന്ന പാർട്ടിലുള്ളത്. അതിന് നിങ്ങൾ എന്ത് ഊന്നൽ കൊടുക്കണം, സാമൂഹിക ഘടന, സാമൂഹിക പ്രശ്നങ്ങൾ, സാമൂഹിക സ്ഥാപനങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള ഒരു ധാരണ നിങ്ങൾ ഇതിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അതിന് എന്ത് ചെയ്യുക, ഈ ഒരു മെറ്റീരിയൽസ് വെച്ചിട്ട് സിലബസ് വെച്ചിട്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചു തുടങ്ങുക. കാരണം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പഠിക്കാനുള്ള ഒരു സെക്ഷൻ തന്നെയാണ്. കാരണം 25 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഇതിൽ നിന്ന് തന്നെയാണ്. കാരണം നിങ്ങൾക്കറിയാലോ PSCക്ക് ഓരോ മാർക്കും എന്താണ്, വളരെ വളരെ വിലപ്പെട്ടതാണ്. ഓരോ മാർക്കും നമ്മുടെ റാങ്ക് പൊസിഷൻ എന്ത് ചെയ്യാം, മുകളിലേക്ക് കൊണ്ടുവരികയും ചെയ്യും, അതുപോലെ താഴത്തേക്ക് മാറ്റുകയും ചെയ്യും. അതുകൊണ്ട് എന്ത് ചെയ്യുക, നന്നായിട്ട് തന്നെ സിലബസ് അനുസരിച്ച് തന്നെ പഠിച്ചു പോവുക. അടുത്തത് സൈക്കോളജി എന്ന് പറയുന്ന പാർട്ട്. സൈക്കോളജിയിലും 25 മാർക്കാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ സൈക്കോളജീൻ്റെ ഓവറോൾ എന്താണ്, എന്തൊക്കെ നമ്മൾ അറിയണം, മാനസിക വികസനം, പഠനം, വ്യക്തിത്വം, ബുദ്ധി എന്നിവയെക്കുറിച്ച് ആണ് ഈ ഒരു സെഷൻസിൽ മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത്. ഏതൊക്കെയാണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത്, മാനസിക വികസനം, പഠനം, വ്യക്തിത്വം, ബുദ്ധി എന്നിവയെക്കുറിച്ച് എന്ത് ചെയ്യണം, നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് ഈ ഒരു സെക്ഷനിൽ പഠിച്ചു പോകണം. അപ്പോൾ എന്താണ് ഇതിൽ, ഫസ്റ്റ് തന്നെ ഇൻട്രൊഡക്ഷൻ ഓഫ് സൈക്കോളജി. ഫസ്റ്റ് പാർട്ടിൽ ഇൻട്രൊഡക്ഷൻ ഓഫ് സൈക്കോളജി. സെക്കൻഡ് പാർട്ടിലോ ബയോളജിക്കൽ ബേസിസ് ഓഫ് ബിഹേവിയർ. അടുത്തത് മൂന്നാമത്തത് എന്താണ്, സെൻസേഷൻ, അറ്റൻഷൻ, പെർസെപ്ഷൻ ആൻഡ് കോൺഷ്യസ്നെസ്. ഇത്രയാണ് മൂന്നാമത്തതിൽ നമ്മൾ നോക്കേണ്ടത്. പിന്നീടോ നാലാമത്തേലോ സൈക്കോളജിക്കൽ പ്രോസസ് ആണ് നാലാമത്തത് വരുന്നത്. അഞ്ചാമത്തത് എന്താണ്, പേഴ്സണാലിറ്റി ആൻഡ് അബ്നോർമൽ ബിഹേവിയർ. അഞ്ചാമത്തത് എന്താണ്, പേഴ്സണാലിറ്റി ആൻഡ് അബ്നോർമൽ ബിഹേവിയർ. ഇനി ആറാമത്തത് എന്താണ്, സോഷ്യൽ സൈക്കോളജി. അപ്പോൾ ഇത്രയുമാണ് എന്ത് വരുന്നത്,
സൈക്കോളജി എന്ന പാർട്ടിൽ വരുന്നത് ഇതിൽ നിന്നും എന്താണ് 25 മാർക്ക്. അപ്പോൾ സോഷ്യോളജിയിൽ നിന്ന് 25, സൈക്കോളജിയിൽ നിന്ന് 25 മാർക്ക്. ഇനി അടുത്ത സെക്ഷൻ എന്താണ്? അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് ഹോം സയൻസ്. ഹോം സയൻസിലും എന്താണ് 25 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഹോം സയൻസിൽ എന്തൊക്കെയാണ് നോക്കിയേ. പോഷകാഹാരം, ശിശു വികസനം, കുടുംബം, വിപുലീകരണ വിദ്യാഭ്യാസം എന്നിവയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളതാണ് ഈ ഒരു സെക്ഷൻ. എന്തൊക്കെയാണ് അതിലുള്ളത്? പോഷകാഹാരം, ശിശു വികസനം, കുടുംബം, വിപുലീകരണ വിദ്യാഭ്യാസം എന്നിവയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ. അത്രയുമാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നോക്കിയേ, ഫിസിയോളജി ആൻഡ് മൈക്രോബയോളജി. ഹോം സയൻസിന്റെ ഫസ്റ്റ് പാർട്ട് എന്താണ്? ഫിസിയോളജി ആൻഡ് മൈക്രോബയോളജി. സെക്കൻഡ് പാർട്ട് എന്താണ്? ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് വെൽഫെയർ. സെക്കൻഡ് പാർട്ട് എന്താണ്? ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് വെൽഫെയർ. മൂന്നെന്താണ്? ഹ്യൂമൻ ന്യൂട്രീഷൻ ആൻഡ് ഡയറ്റിക്സ്. മൂന്നാമത്തെ എന്താണ്? ഹ്യൂമൻ ന്യൂട്രീഷൻ ആൻഡ് ഡയറ്റിക്സ് ആണ് മൂന്നാമത്തെ മൊഡ്യൂൾ. നാലാമത്തതോ എക്സ്റ്റൻഷൻ എഡ്യൂക്കേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ. നാലാമത്തത് എന്താണ്? എക്സ്റ്റൻഷൻ എഡ്യൂക്കേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ. അഞ്ചാമത്തതോ ബേസിക് ഫുഡ് സയൻസ്. അഞ്ചാമത്തത് എന്താണ്? ബേസിക് ഫുഡ് സയൻസ്. ഇത്രയുമാണ് നമ്മുടെ ഹോം സയൻസിൽ വരുന്നത്. അപ്പോൾ 25 മാർക്ക് ഏതിൽ നിന്നാണ്? ഹോം സയൻസ്. അപ്പോൾ 25 മാർക്ക് എന്താണ്? സോഷ്യോളജി. 25 മാർക്ക് എന്തായിരുന്നു? നമ്മുടെ സൈക്കോളജി സെക്ഷൻ. 25 മാർക്ക് ഹോം സയൻസ്. ഇനി ഒരു 25 മാർക്ക് കൂടിയുണ്ട്. അത് ഏതിൽ നിന്നാണ്? സോഷ്യൽ വർക്കിൽ നിന്ന്. 25 മാർക്ക് സോഷ്യൽ വർക്ക്. അതിലെന്തൊക്കെയാണ്? സാമൂഹിക പ്രവർത്തനത്തിന്റെ രീതികളും നൈതികതയും. അതാണ് ഈ ഒരു സെക്ഷനിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എന്താണ്? സാമൂഹിക പ്രവർത്തനത്തിന്റെ രീതികളും നൈതികതയുമാണ് ഈ ഒരു സോഷ്യൽ വർക്ക് എന്ന സെക്ഷനിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ ഫസ്റ്റ് എന്താണ്? സോഷ്യൽ വർക്ക്, അതിന്റെ ഡെഫിനിഷനും കാര്യങ്ങളൊക്കെ. രണ്ടാമത്തെ എന്താണ്? വർക്കിംഗ് വിത്ത് ഇൻഡിവിജ്വൽസ്. എന്താണ് രണ്ടാമത്തെ മൊഡ്യൂള്? വർക്കിംഗ് വിത്ത് ഇൻഡിവിജ്വൽസ്. രണ്ടാമത്തതോ വർക്കിംഗ് വിത്ത് ഗ്രൂപ്പ്സ് ആണ് മൂന്നാമത്തത്. അടുത്തത് എന്താണ്? സോഷ്യൽ വർക്ക് അഡ്മിനിസ്ട്രേഷൻ. നാലാമത്തത് എന്താണ്? സോഷ്യൽ വർക്ക് അഡ്മിനിസ്ട്രേഷൻ. അഞ്ചാമത്തത് എന്താണ്? സോഷ്യൽ സെക്യൂരിറ്റി സ്കീംസ്. അഞ്ചാമത്തത് എന്താണ്? സോഷ്യൽ സെക്യൂരിറ്റി സ്കീംസ്. അങ്ങനെ 5 മൊഡ്യൂളാണ് എന്തിലുള്ളത്? നമ്മുടെ സോഷ്യൽ വർക്ക് എന്ന സെക്ഷനിലും ഉള്ളത്. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ നോക്കി പോവുക. കാരണം എന്താണ്? ഓരോന്നിനും എന്താണ് അതാത് പ്രാധാന്യം നമ്മൾ കൊടുക്കണം. ഏതെങ്കിലും ഒന്ന് നമ്മൾ ഒഴിവാക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നല്ല മാർക്കിൽ ഡിഫറൻസ് വരും. കാരണം എന്താണ്? ഓരോ സെക്ഷനിലും ഈക്വൽ ആയിട്ടാണ് മാർക്ക് ഡിവൈഡ് ചെയ്ത് പോയത്. 25 മാർക്ക് എന്തിനു കൊടുത്തു? നമ്മുടെ സോഷ്യോളജി കൊടുത്തു. 25 മാർക്ക് എന്തിനു കൊടുത്തു? ഹോം സയൻസിന് കൊടുത്തു. 25 മാർക്ക് എന്തിനു കൊടുത്തു? സൈക്കോളജിക്ക് കൊടുത്തു. 25 മാർക്ക് സോഷ്യൽ വർക്കിനും കൊടുത്തു. അപ്പോൾ എല്ലാ സബ്ജക്റ്റിനും അതാത് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് തന്നെ എന്ത് ചെയ്യണം? നിങ്ങൾ ഈ ഒരു സെക്ഷൻസ് പഠിച്ച് നല്ല രീതിയിൽ തന്നെ എന്ത് ചെയ്യുക? ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുക. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു പരീക്ഷയ്ക്ക് എങ്ങനെ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും, അതിനുള്ള ചില നുറുങ്ങു വഴികൾ. അപ്പോൾ ആദ്യത്തേത് എന്താണ്? കേരള PSCയുടെ ഔദ്യോഗിക സിലബസ് എന്ത് ചെയ്യുക? കൃത്യമായി ഡൗൺലോഡ് ചെയ്തിട്ട് വേണം എന്ത് ചെയ്യാൻ? പഠിക്കാൻ. അത് പ്രിൻ്റ് ഔട്ട് എടുത്ത് തന്നെ സിലബസ് പ്രിൻ്റ് ഔട്ട് എടുത്ത് നിങ്ങൾ ഓരോ സെക്ഷൻസ് പഠിച്ചു കഴിഞ്ഞാൽ അവിടെ ടിക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഏതൊക്കെ ഫോക്കസ് ചെയ്തു, ഏതൊക്കെ നിങ്ങൾ അവോയ്ഡ് ചെയ്തു എന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് എന്ത് ചെയ്യുക? നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് PSCയുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ പോയിട്ട് എന്ത് ചെയ്യുക? സിലബസ്, ഡീറ്റെയിൽഡ് സിലബസ് തന്നെ എന്ത് ചെയ്യുക? ഡൗൺലോഡ് ചെയ്ത് എടുത്ത് പ്രിൻ്റ് ഔട്ട് എടുത്ത് അത് വെച്ച് തന്നെ നിങ്ങൾ ഫോക്കസ് ചെയ്ത് പഠിക്കുക. അതുപോലെ എന്താണ് അടുത്തത്? നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ മുൻകാല ചോദ്യ പേപ്പർ പരിശീലിക്കുക. അത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? പഠിച്ച് പോകണം. എങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ? നമുക്ക് നമ്മുടെ തെറ്റുകളൊക്കെ മനസ്സിലായി നല്ല രീതിയിൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റും? എക്സാമിന് പ്രസൻറ്റ് ചെയ്യാൻ പറ്റും. അടുത്തത് എന്താണ്? അതുപോലെ ഓരോ സബ്ജക്റ്റിനും നിങ്ങൾ എന്ത് ചെയ്യണം? സമഗ്രമായൊരു പഠന പദ്ധതി തന്നെ എന്ത് ചെയ്യണം? തയ്യാറാക്കണം. ഓരോ സബ്ജക്റ്റിനും നിങ്ങൾ ഏതിന് ഇമ്പോർട്ടൻ്റ് കൊടുക്കണം. കാരണം അങ്ങനെയല്ല, എല്ലാ സബ്ജക്റ്റിനും നമ്മൾ മികച്ച ഇമ്പോർട്ടൻസ് ആണ്. പക്ഷേ നമുക്കൊരു കോർ സബ്ജക്റ്റ് ഉണ്ടാവുമല്ലോ. അപ്പോൾ അതെന്തായാലും നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് അത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് അറിയാത്ത ഏതെങ്കിലും ഒരു സെക്ഷൻ ഇതിലുണ്ടാവും. അപ്പോൾ അതിനെന്ത് ചെയ്യുക? നല്ലൊരു സമയം അതിനുവേണ്ടി അനുവദിച്ചിട്ട് നന്നായിട്ട് തന്നെ പഠിച്ചു പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് എല്ലാ സബ്ജക്റ്റിനും നല്ല മാർക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കും. ഇനി അടുത്തത് പോഷകാഹാരം, ശിശു വികസനം, സാമൂഹിക ക്ഷേമ പദ്ധതികൾ എന്നിവയ്ക്ക് എന്ത് ചെയ്യുക? പ്രത്യേക ശ്രദ്ധ നൽകുക. ഏതിനൊക്കെ? പോഷകാഹാരം,
ശിശു വികസനം, സാമൂഹിക ക്ഷേമ പദ്ധതികൾ. അതിനെന്ത് ചെയ്യണം? അതിന് പ്രത്യേക ഊന്നൽ നൽകി തന്നെ നിങ്ങൾ പഠിക്കണം. അതുപോലെ പിന്നീട് എന്താണ്, നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ട് പല ചേഞ്ചസുകളും വന്നിട്ടുണ്ട്. അതെന്ത് ചെയ്യണം? നമ്മൾ പേപ്പറുകളോ അപ്പോൾ അല്ലെങ്കിൽ നമുക്ക് ചില നമ്മളിപ്പോൾ എന്താ പറയുക, കറണ്ട് അഫെയർസിന് വേണ്ടിയിട്ട് ബുക്കുകൾ, മാസികകളല്ല ആഴ്ചപ്പതിപ്പുകളൊക്കെ ഉപയോഗിക്കാറുണ്ടല്ലോ. അപ്പോൾ അത് യൂസ് ചെയ്തിട്ട് തന്നെ എന്ത് ചെയ്യുക, അത് പഠിച്ച് നല്ലൊരു മാർക്ക് നേടാൻ നോക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ഒരു CDPO എന്താണ് ശരിക്കും? CDPO എന്ന് പറഞ്ഞാൽ എന്താണ്? ചൈൽഡ് ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റ് ഓഫീസർ ആണെങ്കിലും അതിൽ ഊന്നൽ നൽകുന്ന ആർക്കാണ്? കുട്ടികൾക്കും സ്ത്രീകൾക്കുമാണ്. അപ്പോൾ അത് റിലേറ്റ് ചെയ്ത് തന്നെ എന്ത് ചെയ്യുക, ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കുക. അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നല്ലൊരു വിജയം തന്നെ കൈവരിക്കാൻ സാധിക്കും. അപ്പം നിങ്ങൾക്ക് എല്ലാ സപ്പോർട്ടിനും വേണ്ടിയിട്ട് ആരുണ്ട്? മിൻറ്റ് കൂടെയുണ്ട്. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ജസ്റ്റ് മെൻഷൻ ചെയ്ത് നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളത് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഇതിൽ തന്നെ നമ്മുടെ കോൺടാക്ട് നമ്പറും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ നിങ്ങളുമായിട്ട് എന്താണോ നിങ്ങൾക്ക് ഡൗട്ട്സ് ആണെങ്കിലും അല്ലെങ്കിൽ ഏതെങ്കിലും കോഴ്സിനെ പറ്റി അറിയണമെങ്കിലും എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഈ ഒരു നമ്പറിലേക്ക് വിളിച്ച് സംസാരിക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.